നമസ്കാരം. ഞാൻ ബിജീഷ് ഉള്ളൂർ. നമുക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റി വരും ആഴ്ചകളിൽ, വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള റൈറ്റ് സപ്പോർട്ട് റെസിസ്റ്റൻസ് ഏതാണ്? ഈ ഒരു ട്രെൻഡ് നമുക്കത് എങ്ങനെ മാനേജ് ചെയ്യാം? നിഫ്റ്റിയിലും കറണ്ട് ഒരു സിറ്റുവേഷൻ സ്റ്റിൽ പോസിറ്റീവ് ആണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ ഒരു ട്രെൻഡ് നിലനിർത്താനായിട്ടൊരു സപ്പോർട്ട്, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത്. കാരണം ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ്, കറണ്ട് ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റിൽ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏതാണ്? അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഫിൻ നിഫ്റ്റിയിലും ഏതാണ് റൈറ്റ് ആയിട്ടൊരു സപ്പോർട്ട്? അപ്പോൾ ബാങ്ക് നിഫ്റ്റി, ഫിൻ നിഫ്റ്റിനെ കുറിച്ചുള്ള വീഡിയോ ഇനി വീക്കിലി വൺസ് ആണ് നമുക്ക് നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ സപ്പോർട്ട് റെസിസ്റ്റൻസ് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിക്കൊണ്ട് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്കത് മാനേജ് ചെയ്യാവുന്നതാണ്. 1-2 മാസം കഴിഞ്ഞാൽ ആക്റ്റീവായിട്ട് എല്ലാ ദിവസത്തെ ഒരു വീഡിയോസ് നൽകാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നിഫ്റ്റിയിലും കറണ്ട് ഒരു പോസിറ്റീവ് സെന്റിമെന്റ് നിലനിർത്താനായിട്ടുള്ള സപ്പോർട്ടായിട്ട് ഇൻട്രാഡേ ബേസിസിലല്ല പറയുന്നത്, ഹോൾഡിംഗ് ബേസിസിലാണ് 22,995 സപ്പോർട്ട് നിലനിർത്തി കഴിഞ്ഞാൽ ഈ ഒരു ട്രെൻഡ് എൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് മാർക്കറ്റിൽ കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴത്തേക്ക് ക്ലോസ് നിലനിർത്തി കഴിഞ്ഞാൽ, തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ടെങ്കിലും പോസിറ്റീവ് എന്ന് പറയുന്ന ഒരു സെന്റിമെന്റിൽ നമുക്ക് നിലനിർത്താനായിട്ട് സാധിക്കില്ല. കാരണം നമ്മൾ മുൻപും ഇതേപോലത്തെ ഒരു മൂവ്മെന്റുകളൊക്കെ മാർക്കറ്റിൽ ഇങ്ങനെയാണ് മാനേജ് ചെയ്തിരുന്നത്. ഈ ഒരു ലെവലിലും നമ്മളത് സൂചിപ്പിച്ചിരുന്ന സപ്പോർട്ടിന്റെ ഒരു താഴത്തേക്ക് നിഫ്റ്റി ക്ലോസ് ചെയ്തതിന് ശേഷം, പക്ഷെ തൊട്ട് താഴെ സപ്പോർട്ട് ഉണ്ടെങ്കിലും ആ ഒരു സപ്പോർട്ട് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല. അതിനുശേഷം വലിയൊരു ഫാളാണ് മാർക്കറ്റിൽ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് നിഫ്റ്റിനും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമുക്കത് മാനേജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ ഒരു കറണ്ട് ഒരു സെന്റിമെന്റിൽ നിലനിർത്താനായിട്ടുള്ള ഒരു സപ്പോർട്ട്, ഈ ഒരു സപ്പോർട്ടിന് താഴെ സപ്പോർട്ട് ഉണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു രീതിയിൽ മാനേജ് ചെയ്താലാണ് എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് നമുക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, റൈറ്റ് ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുള്ളൂ. നിഫ്റ്റിയുടെ ഒരു ലോങ് ടൈം വ്യൂവിൽ നെക്സ്റ്റ് വീക്കിൽ ഈ ഒരു സപ്പോർട്ടായിരിക്കും നിഫ്റ്റിക്ക് ഈ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ നിലനിർത്താനുള്ള ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നത്. നമുക്ക് ഇൻട്രാഡേ ലെവലിൽ വരും ദിവസങ്ങളിലായാലും ഇൻട്രാഡേ ലെവലിൽ ഏതാണ് റൈറ്റ് സപ്പോർട്ട് എന്ന് നമുക്ക് നോക്കാം. വരും ദിവസങ്ങളായാലും നിഫ്റ്റിനെ മാനേജ് ചെയ്യുന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. പറയുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെയാണോ ശ്രദ്ധിക്കുക. നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ സപ്പോർട്ട് നൽകിയിരുന്നത് 24,200 24,200 സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി നിലനിർത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം വീഡിയോ നൽകാനായിട്ട് സാധിച്ചിരുന്നില്ല, പക്ഷെ എക്സാക്റ്റ് സപ്പോർട്ട് നമ്മൾ നൽകിയിരുന്നു. ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്തിട്ടാണ് നിഫ്റ്റി ആ ഒരു പോസിറ്റീവ് സെന്റിമെന്റിൽ കാണിച്ചിരുന്നത്. അപ്പോൾ അതിനുശേഷമായാലും ആ ഒരു സപ്പോർട്ടിന്റെ ഒരു മുകളിൽ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ നിഫ്റ്റിയിൽ കണ്ടിരുന്നത്. ഇപ്പോൾ വരും ദിവസങ്ങളായാലും നിലനിർത്തേണ്ട സപ്പോർട്ട് 24,220 ആണ്. 220 താഴെയുള്ള ഒരു ഓപ്പണിംഗ് ചെറിയ ടൈം ഫ്രെയിമിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 200 താഴെ അടുത്തൊരു സപ്പോർട്ട് 24,155 സപ്പോർട്ട് വരുന്നത്. അതിനുശേഷം സപ്പോർട്ടുകൾ 24,120 സപ്പോർട്ട് ഉണ്ട്. അതിനുശേഷം 25,075 സപ്പോർട്ട് വരുന്നത്. അപ്പോൾ അതിനുശേഷം നിഫ്റ്റിയുടെ സപ്പോർട്ട് വരുന്നത് 25,020. ഈ ഒരു ലെവല് രണ്ട് സപ്പോർട്ട് തൊട്ടടുത്ത് എടുത്തിട്ടുണ്ട്. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ലെവലാണ് വരുന്നത് 25,020. പക്ഷെ ഇൻട്രാഡേയിൽ ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യുമ്പോൾ 25,010 ഒരു താഴെ മാത്രമാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൻ്റെ ഒരു താഴെ മാത്രമാണ് സെൽ ആക്റ്റീവ് ആകുന്നത്. അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ നിന്ന് ബൗൺസ് ചെയ്യാനായിട്ട് 27,020 മുകളിലേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് ബൗൺസ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ശ്രദ്ധിക്കുക, ഇത് സപ്പോർട്ടിന്റെ താഴെ നിലനിർത്തിയാലാണ് വീക്ക്നെസ്. അടുത്ത റെസിസ്റ്റൻസിന് മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ പോസിറ്റീവാണ് സെന്റിമെന്റിൽ എന്ന് പറയുന്ന രീതിയിൽ മാനേജ് ചെയ്യുക. ഹയർ ലെവൽ വേറെ പ്രത്യേകിച്ച് റെസിസ്റ്റൻസ് നൽകാനില്ല. 24,220 സസ്റ്റെയിൻ ചെയ്തിട്ട് നോക്കുക, അതിനനുസരിച്ച് മാനേജ് ചെയ്യുക. ഇൻ കേസ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ചെയ്യുന്നതെങ്കിൽ, സപ്പോർട്ടിലാണെങ്കിൽ ബൗൺസിലാണ് സാധ്യത, ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. റെസിസ്റ്റൻസ് 24,220, 200 മുകളിലായിരിക്കും ഗ്യാപ് ഡൗൺ വന്നാൽ പിന്നെ അടുത്ത റെസിസ്റ്റൻസ് വരുന്നത്. അപ്പോൾ നിഫ്റ്റിയിലും ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. ഈ ഒരു സപ്പോർട്ടിൻ്റെ ഒരു താഴെ നിഫ്റ്റിയിലെ അടുത്തൊരു നല്ലൊരു സപ്പോർട്ടുകൾ 800 അടുത്താണ്. 860, 840, 805 ഈ ഒരു ലെവലിലാണ് സപ്പോർട്ട് വരുന്നത്. ഇൻ കേസ് വരും ദിവസങ്ങളിലായാലും ഈ ഒരു ലെവലിലേക്ക് വരുന്നൊരു സമയത്തായാലും ഈ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് എക്സാക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ നിഫ്റ്റിയിലും ഇത്ര സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്താൽ എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡ് നമുക്ക് ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. പൊസിഷനിലായാലും നിഫ്റ്റിയുടെ ഈ ഒരു സപ്പോർട്ട്, നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക.
അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയുടെ സിറ്റുവേഷൻ ആയാലും ബാങ്ക് നിഫ്റ്റിക്ക് നിലനിർത്തേണ്ട സപ്പോർട്ട് ഹോൾഡിംഗ് ബേസിസിൽ നിലനിർത്തേണ്ട സപ്പോർട്ട് 50,950 ഈ ഒരു കറന്റ് ഒരു പോസിറ്റീവ് സെന്റിമെന്റിന് ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നുണ്ടോ നോക്കുക. ഈ സപ്പോർട്ട് വരും ആഴ്ചകളിൽ വരും ദിവസങ്ങളിൽ നിലനിർത്തിയ ഈ ഒരു ട്രെൻഡിന്റെ ഒരു കണ്ടിന്യൂഷൻ ആണ്. അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ആ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യും. അതേപോലെ തന്നെയാണ് ഫിനിഫ്റ്റിയുടെ സിറ്റുവേഷനും. ഫിനിറ്റിയുടെ സിറ്റുവേഷൻ ആണെങ്കിൽ 23,300 നിലനിർത്തേണ്ട സപ്പോർട്ടാണ്. ഈ ഒരു സപ്പോർട്ട് നിലനിർത്തുന്നതെങ്കിൽ ഈ ഒരു പോസിറ്റീവ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടായിരിക്കും. ഇൻ കേസ് ഗ്യാപ് ഡൗൺ വന്നാലും ഈ ഒരു സപ്പോർട്ട് നിലനിർത്തിയ ബൗൺസിനുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി നമുക്ക് വരും ദിവസങ്ങളിൽ മാനേജ് ചെയ്യാനുള്ള ഇൻട്രാഡേയിൽ മാനേജ് ചെയ്യാനുള്ള സപ്പോർട്ട് നമുക്ക് നോക്കാം. നിലനിർത്തേണ്ട സപ്പോർട്ട് 51,270, 51,330 ഈ രണ്ട് റേഞ്ചിന്റെ ഇടയിലാണെങ്കിൽ ഈ രണ്ട് റേഞ്ചിലേക്ക് എങ്ങോട്ടെങ്കിലും ബ്രേക്ക് ചെയ്താൽ ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 51,425, 465 മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്താൽ വീണ്ടും ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 500 റെസിസ്റ്റൻസ് കാണുന്നുണ്ട്, തൊട്ടടുത്ത റെസിസ്റ്റൻസ് കാണുന്നുണ്ട്. പക്ഷേ ഈ ലെവലിൽ നിന്ന് ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. ഈസി ആയിട്ട് ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ പൊസിഷൻ ഹോൾഡ് ചെയ്യുക. 51,500, 570 റെസിസ്റ്റൻസ് കാണുന്നത്. അതിനുശേഷം 605 ഇതാണ് കുറച്ചൊരു സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത്. ഈ ഒരു റെസിസ്റ്റൻസിന്റെ അടുത്ത് നിന്ന് ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് റെസിസ്റ്റൻസിന്റെ മുകളിലാണ്. ചെറിയ ടൈം ഫ്രെയിമിൽ ബൈ ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ ഓപ്പൺ ചെയ്യുന്നത് പറയുന്ന ഒരു സപ്പോർട്ടിന്റെ താഴെയാണ്. ചെറിയ ടൈം ഫ്രെയിം ഷോർട്ട്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റി ആക്റ്റീവ് ആകും. അതിനുശേഷം 115 സപ്പോർട്ട് ചെയ്യുന്ന ബൗൺസ് ചെയ്യുമ്പോൾ മാത്രം ബൈ ഓപ്പർച്യൂണിറ്റി യൂട്ടിലൈസ് ചെയ്യാം. 115 സപ്പോർട്ടിന് താഴെ അടുത്തൊരു സപ്പോർട്ട് 51,020 സപ്പോർട്ട് വരുന്നത്. ഈ ഒരു സപ്പോർട്ടിന് താഴെ 50,850 ഇതാണ് കുറച്ച് സ്ട്രോങ് സപ്പോർട്ട്. ലോവർ ലെവലിൽ കുറച്ച് സ്ട്രോങ് സപ്പോർട്ട് വരുന്നത് ഇൻട്രാഡേയിൽ. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇത്തരം സപ്പോർട്ട് അനുസരിച്ച് മാനേജ് ചെയ്യുക. എക്സാക്റ്റ് ആയിട്ടുള്ള ട്രെൻഡിൽ നിലനിൽക്കാനായിട്ട് സാധിക്കും. മാർക്കറ്റിൽ വലിയ അവസരമായിട്ട് നമുക്ക് ഒരു ദിവസം അപ്ഡേറ്റിൽ വീണ്ടും കാണാം. താങ്ക് യു.